പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ആത്മസംഘർഷങ്ങൾ നിരന്തരം വിഷയമാക്കിയ അമേരിക്കൻ എഴുത്തുകാരൻ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നിലപാടായിരുന്നു എം.ടിക്കും. ആദ്യ നോവലായ നാലുകെട്ട് മുതൽ അത് കാണാം. അതുകൊണ്ടാണ് എം.ടിയെ മലയാളത്തിന്റെ ഹെമിംഗ്വേ എന്ന് വിളിച്ചത്. ലളിതമായ ഭാഷ, നേരിട്ട് കാര്യം പറയുന്ന രീതി, വായനക്കാരന്റെ നെഞ്ചു പൊള്ളിക്കുന്ന അനുഭവ വിവരണം, അറ്റിക്കുറുക്കിയ ചെറിയ വാചകങ്ങളിൽ എം.ടി വലിയ ലോകം തീർത്തു. കേട്ടുകേൾവികളെ പൊളിച്ചെഴുതാനുള്ള ധൈര്യമാണ് രണ്ടാമൂഴത്തിലും വടക്കൻ വീരഗാഥയിലും കണ്ടത്. ദ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിലെ മികച്ച കഥ എഴുതിക്കൊണ്ട് മലയാള സാഹിത്യത്തിൻ്റെ പടികടന്നു വന്നതാണ് എം.ടി. വാസുദേവൻ നായർ. നാലുകെട്ട്, കാലം, അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, പാതിരാവും പകൽ വെളിച്ചവും, വാരണാസി, വിലാപയാത്ര എന്നിവയാണ് പ്രധാന നോവലുകൾ. എൻ.പി. മുഹമ്മയുമായി ചേർന്ന് അറബിപ്പൊന്ന് എന്ന നോവലും എഴുതി. കഥകൾ അനവധി. നിന്റെ ഓർമ്മയ്ക്ക്, ഓളവും തീരവും, ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയേട്ടത്തി, ബന്ധനം, ഡാറസ് സലാം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, രക്തം പുരണ്ട മൺതരികൾ, കടുകണ്ണാവ, ഒരു യാത്രാക്കുറിപ്പ് എന്നിവ പ്രധാന കഥകൾ. ഇവയിൽ പലതും തിരക്കഥയും സിനിമയുമായി. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടി. 1996 എം.ജി. സർവകലാശാലയും കാലിക്കറ്റ് സർവകലാശാലയും ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. എം.ടിയുടെ മാസ്റ്റർ പീസ് രണ്ടാമൂഴം 1985 വയലാർ അവാർഡ് നേടി. 1993 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. 2011 എഴുത്തച്ഛൻ പുരസ്കാരവും 2013 ജെ.സി. ഡാനിയൽ പുരസ്കാരവും നേടി. 1958 ആദ്യ നോവലായ നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 1970 കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. 1982 ഗോപുരനടയിൽ എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 1986 സ്വർഗം തുറക്കുന്ന സമയം എന്ന കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ സാഹിത്യത്തിലും സിനിമയിലും. മലയാള സിനിമയിലെ ഏറ്റവും വിലപിടിപ്പുള്ള തിരക്കഥാകൃത്തായിരുന്നു എം.ടി. 1965 മുറപ്പെണ്ണ് എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയാണ് തുടക്കം. പിന്നീട് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ 4 തവണ ദേശീയ പുരസ്കാരങ്ങൾ നേടി. കടവ്, സദയം, ഒരു വടക്കൻ വീരഗാഥ, പരിണയം എന്നിവ. 1973 എം.ടി. സംവിധാനം ചെയ്ത നിർമാല്യം മികച്ച സിനിമയായി. ചിത്രത്തിലെ അഭിനയത്തിന് പി.ജെ. ആൻ്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഓപ്പോളിലൂടെ ബാലൻ കെ നായരും രാജ്യത്തെ മികച്ച നടനായി. തിരക്കഥയ്ക്കും കഥയ്ക്കും നിരവധി സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചു. ഓളവും തീരവും, നിർമാല്യം, ഓപ്പോൾ, തൃഷ്ണ വളർത്തുമൃഗങ്ങൾ, പഞ്ചാഗ്നി, നക്ഷതങ്ങൾ, അമൃതം ഗമയ, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, കടവ്, പരിണയം, ദയ, പഴശ്ശിരാജ തുടങ്ങിയ തിരക്കഥകളാണ് ശ്രദ്ധേയം. സാഹിത്യത്തിലും സിനിമയിലും കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ മലയാളിയെ സ്വാധീനിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തവരിൽ എം.ടിക്ക് തുല്യമായി ആരുമില്ല. കഥയായാലും സിനിമയായാലും ഓർത്തുവയ്ക്കാൻ ഒരു ട്വിസ്റ്റ് സമ്മാനിക്കുന്ന എം.ടി. മടങ്ങിയതോ 2024 ക്രിസ്മസ് രാത്രിയിൽ. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.